ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ പൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കോൺട്രാക്ട് ആക്റ്റിലെ പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ പെർഫോമൻസിൻ്റെ മീനിങ് ആണ്. അതായത് ആ കോൺട്രാക്റ്റിലുള്ള പാർട്ടികൾ അവർക്ക് നിശ്ചിതപ്പെട്ട കാര്യം ഒബ്ലിഗേഷൻ എന്താണോ അത് നടപ്പിലാക്കുക, അതിനെയാണ് എന്താ പറയുക പെർഫോമൻസ് എന്ന് പറയുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ ബിയും ആയിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു ടു സെൽ ഹിസ് ബുക്ക് ഫോർ ₹50. എ എന്ത് ചെയ്തു? എ ഡെലിവേഴ്സ് ദ ബുക്ക് ആൻഡ് ബി മേക്സ് എ പേയ്മെൻറ്റ്. ദ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. ആ കോൺട്രാക്റ്റ് അവിടെ കഴിഞ്ഞു. എന്ത് വഴി? ആ കോൺട്രാക്റ്റിൽ പറഞ്ഞത് എന്താണോ അത് നടപ്പിലാക്കിയത് വഴി അവിടെ എന്ത് ഡിസ്ചാർജ്ഡ് ആയി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പെർഫോമൻസ് ആണ്. ടൈപ്പ് ഓഫ് പെർഫോമൻസിൽ വരുന്നതാണ് ആക്ച്വലും അതേപോലെ തന്നെ അറ്റംപ്റ്റഡും. ആക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിലുള്ള വ്യക്തി അവർക്ക് നിശ്ചിതപ്പെട്ടത് എന്താണോ അത് ഫുള്ളായിട്ട് ചെയ്തു, ഇനി ഒന്നും ബാക്കിയില്ല ചെയ്യാനും. അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ആക്ച്വൽ പെർഫോമൻസ് ആണ്. ഇനി അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്യാനുള്ള പ്രവൃത്തി ഡ്യൂ ആയി, അതായത് പെർഫോമൻസ് ബിക്കം ഡ്യൂ ആയി. ആ പ്രോമിസർ എന്ത് ചെയ്തു? അത് ചെയ്യാനായിട്ട് ഓഫറും ചെയ്തു, പക്ഷെ പ്രോമിസ് റെഫ്യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ പ്രോമിസസ് ടു ഡെലിവർ സർട്ടൻ ഗുഡ്സ് ടു ബി. എ ടേക്സ് ദ ഗുഡ്സ് ടു ദി അപ്പോയിൻറ്റഡ് പ്ലേസ് ഡ്യൂറിങ് ബിസിനസ് അവേഴ്സ്. പക്ഷെ ബി എന്ത് ചെയ്തില്ല? അത് അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ അത് അറ്റംപ്റ്റഡ് ആണ്. ഒരാളുടെ സൈഡിൽ നിന്ന് അതെന്തായി? അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തത് കൈൻഡ്സ് ഓഫ് ടെൻഡർ ആണ്. ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ കരാറുള്ള സമയത്ത് ഒരു നിശ്ചിത സമയത്തോ അല്ലെങ്കിൽ നിശ്ചിത പ്ലേസിലോ അത് കൊണ്ടേ കൊടുക്കുന്നതിനാണ് ടെൻഡർ എന്ന് പറയാം. ഇപ്പം ടെൻഡർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസും ടെൻഡർ ഓഫ് മണിയും ഉണ്ട്. ഈ ടെൻഡർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുഡ്സും സർവീസസും ആ ആൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഡിസ്ചാർജ് ആയി. ഇൻ കേസ് അതിലെന്തെങ്കിലും റിജക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ആൾ ഗുഡ്സ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ടെൻഡർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പറയുന്നത്. ഇനി ടെൻഡർ ഓഫ് മണി എന്താണെന്ന് നോക്കാം. ഇപ്പം ഒരു ക്രെഡിറ്റർക്ക് ഒരു ഡെറ്റർ പൈസ കൊടുക്കാനായിട്ട് നിന്നു, പക്ഷേ എന്ത് ചെയ്തു? ആ ക്രെഡിറ്റർ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം ഈ ഡെറ്റർ അതിന് ഡിസ്ചാർജ് ആയി എന്നാണോ? അല്ല, അവരെന്ത് ചെയ്യണം? അത് കൊടുക്കണം എന്നാണ് അതിൽ പറയുന്നത്. ഇനി എസെൻഷ്യൽസ് ഓഫ് വാലിഡ് ടെൻഡർ എന്ന് പറയുന്നത് അത് അൺകണ്ടീഷണൽ ആയിരിക്കണം, അത് പ്രോപ്പർ ടൈം അതേപോലെ പ്രോപ്പർ പ്ലേസിലായിരിക്കണം നടന്നിട്ടുണ്ടാവുന്നത്. ഇൻ കേസ് ഓഫ് ടെൻഡർ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ഗിവ് എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ടു ദ പ്രോമിസി ഓഫ് അസർട്ടൈനിങ് the goods offered are the same as the promiser to bound to deliver. അതേപോലെ ഇറ്റ് മസ്റ്റ് ബി ഫോർ ദി ഹോൾ ഒബ്ലിഗേഷൻ, അതായത് മൊത്തത്തിൽ ചെയ്യുന്നതായിരിക്കണം. അല്ലാതെ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടല്ല ഒരു പകുതി ഭാഗം മാത്രം ചെയ്യുന്നത് എന്തല്ല ടെൻഡർ അല്ല. ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു ദ പ്രോമിസി ഓർ ഹിസ് ഡ്യൂലി authorized agent. In case of payment of money, the tender must be of the exact amount due and it must be in the legal tender. Legal tender എന്ന് പറയുന്നത് നമ്മൾ കറൻസി എന്താണ്? ലീഗൽ ടെൻഡറാണ്. അപ്പോൾ മണീൻ്റെ കാര്യത്തിൽ എന്താണ്? അത് എക്സാക്റ്റ് എമൗണ്ട് ആയിരിക്കണം, അതേപോലെ അത് ലീഗൽ ടെൻഡർ ആയിരിക്കണം. അതായത് മണി ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോയിട്ട് ഗോൾഡ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ആർക്കൊക്കെയാണ് ഈ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റുക എന്നാൽ നമ്മൾ നോക്കണം. ഇപ്പോൾ രണ്ടുപേര് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അതിൽ ഒരു പെർഫോമൻസ് ചെയ്യണം. എന്നാൽ ആർക്കൊക്കെ അത് ചെയ്യാൻ പറ്റും? ഒന്ന് പ്രോമിസിയാണ്. ആ കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരാളാണ് ആര്? പ്രോമിസി എന്ന് പറയുന്നത്. പിന്നെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, അതായത് ഡെത്തൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പ്രോമിസി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ തേർഡ് പാർട്ടി, അതെന്താണ്? എക്സെപ്ഷണൽ കേസാണ്. തേർഡ് പാർട്ടിക്കും എന്ത് ചെയ്യാം? ഈ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ സ്ട്രേഞ്ചർ ടു കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ജോയിൻറ്റ് പ്രോമിസീസ് ആണ്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പൊക്കെ ഉള്ളതാണ്, അതിൽ ഒരാൾക്ക് ഡിമാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ആരിത് പെർഫോം ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, അതിൽ ഒരാൾ പെർഫോം ചെയ്യണം, ഒരാളത് സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെ അത് പെർഫോം ചെയ്യാം? പ്രോമിസർ ഹിംസെൽഫ്, ആരാണോ പ്രോമിസ് കൊടുത്തത് ആൾക്കത് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്രോമിസർ ഓർ ഏജൻറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീട് പണിയിലൊക്കെ പ്രോമിസറാണോ ചെയ്യുന്നത്? അല്ല, അവരുടെ വർക്കേഴ്സ് അല്ലെങ്കിൽ ഏജൻസാണ് അത് ചെയ്യുന്നത്. പിന്നെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്, ഇപ്പം പേഴ്സണൽ സ്കില്ല്, ഫോർ എക്സാമ്പിൾ ഡോക്ടറൊക്കെ ആണെങ്കിൽ ഡോക്ടറെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവിടെ പേഴ്സണൽ സ്കില്ലും ടേസ്റ്റൊക്കെ ആവശ്യമുണ്ട്. അതല്ലാത്ത കേസുകളിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ചെയ്യാൻ പറ്റും. അതേപോലെ തേർഡ് പേഴ്സൺ, ചില കേസിൽ സം കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എ കോൺട്രാക്ട് മേ ബി പെർഫോംഡ് ബൈ എ തേർഡ് പേഴ്സൺ. ഇനി പെർഫോമൻസ് ഓഫ് ജോയിൻറ്റ് പ്രോമിസസ്,
ഇനി അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും സിയും ജോയിൻറ്റ് പ്രോമിസേഴ്സ് ആണ്. അവർ 3000 രൂപ ഡിക്ക് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു. എ മരിച്ചു കഴിഞ്ഞാൽ ബിയും സിയും പൈസ കൊടുക്കണം. അതേപോലെ എന്ത് ചെയ്യണം, എൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സും കൂടി അതിൽ ഷെയർ ഇടണം. ഇനി പറയുന്നത് ടൈം ആൻഡ് പ്ലേസ് ഫോർ പെർഫോമൻസ് ആണ്. ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടെങ്കിൽ, ഒരു കോൺട്രാക്റ്റിൽ അത് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏത് സമയം അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് വെച്ച് ചെയ്യണം എന്നുള്ളതാണ് പറയണം. അതായത് മെയിൻ റൂൾ ഇങ്ങനെയാണ്, വിത്തിൻ റീസണബിൾ ടൈം. ഒരു റീസണബിൾ ടൈം ഉണ്ടാവും. ഇപ്പം പച്ചക്കറിയൊക്കെ ആണെങ്കിൽ അതിനായിട്ടൊരു കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പെരിഷബിളാണ്. അപ്പോൾ അത് കേട് വരുന്നതിന് മുന്നേ എന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസണബിൾ ടൈം എന്ന് പറയുന്നത്. ടൈം സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലാണ് അത്. ഇനി ടൈം സ്പെസിഫൈ ചെയ്ത ഒരു പെർഫോമൻസ് ആണെങ്കിൽ അത് ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്യണം. പിന്നെ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ പെർഫോമൻസ് ഓഫ് പ്രോമിസ് ഓൺ ആൻ ആപ്ലിക്കേഷൻ ഓഫ് ദി പ്രോമിസിങ്, അതായത് it may also happen that the day for the performance of the promise is specified in the contract but the performer has not undertaken. അതായത് ആ ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. അതായത് ആ വ്യക്തി എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് പിന്നെ മറ്റേ ആൾക്ക് അത് ആ പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അത് ചെയ്തിരിക്കണം. അതായത് ഒരാൾ ഡിമാൻഡ് ചെയ്താലാണ് ആ പെർഫോമൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി പെർഫോമൻസ് ഓഫ് പ്രോമിസ് where no place is specified and also no application is to be made by promisee. ഒരു പ്ലേസ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റീസണബിൾ പ്ലേസിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട ആളുടെ ഡ്യൂട്ടിയാണ്. ഇനി പെർഫോമൻസ് ഓഫ് പ്രോമിസ് ഇൻ ദ മാനർ ആൻഡ് ടൈം പ്രിസ്ക്രൈബ് ഓർ സാങ്ഷൻ ബൈ ദി പ്രോമിസി. അങ്ങനെ ഒരു ടൈമോ അല്ലെങ്കിൽ ഏത് രീതിയിൽ ചെയ്യണമെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് അത് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ പെർഫോമൻസ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസസ് ആണ്. ഇപ്പോൾ റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പ്രോമിസ് വിച്ച് ഫോം ദി കൺസിഡറേഷൻ ഓർ പാർട്ട് ഫോർ ദി കൺസിഡറേഷൻ ഓഫ് ഈച്ച് അതർ. ഒരാൾ ചെയ്യുന്നതിന് പകരമായിട്ട് മറ്റു പാർട്ടി എന്ത് ചെയ്തിരിക്കണം? വേറെ എന്തെങ്കിലും കാര്യം ചെയ്തിരിക്കണം. ഒരു കൺസിഡറേഷൻ ഉണ്ടാവും. അപ്പം അതാണ് റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ടൈപ്സ് ഓഫ് റെസിപ്രോക്കൽ പ്രോമിസ് ആണ് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. അതായത് when each party must perform his part of the promise independently without waiting for the performance or witness of the performance by the other party. വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യും, മറ്റേ ആൾ ചെയ്തില്ലേ എന്ന് നോക്കാതെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റണം. അതാണ് മ്യൂച്വൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. പിന്നെ കണ്ടീഷണൽ ആൻഡ് ഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് മറ്റേ ആൾ ചെയ്താലാണ് ഇത് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ളതാണ് കണ്ടീഷണൽ ആൻഡ് ഡിപ്പെൻഡൻറ്റ്. ഇനി മ്യൂച്വൽ ആൻഡ് കൺകറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the parties have to perform their promises simultaneously they are said to be mutual and concurrent. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അപ്പം അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറൈസിങ് ഔട്ട് ഓഫ് എ കോൺട്രാക്ട് ടു എ തേർഡ് പാർട്ടി. അസൈൻമെൻറ്റ് എന്നുള്ള മീനിങ് തന്നെ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കോൺട്രാക്ട് ക്യാൻ ബി അസൈൻഡ് ഇൻ 2 ways. 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ബൈ ദ ആക്ട് ഓഫ് പാർട്ടീസും ബൈ ഓപ്പറേഷൻ ഓഫ് ലോയും. അപ്പം അസൈൻമെൻറ്റ് ബൈ ആക്ട് ഓഫ് പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീസ് ദംസെൽഫ് മേക്ക് ദ അസൈൻമെൻറ്റ്. അവർ തന്നെ സ്വയം വയ്ക്കുന്ന, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് അസൈൻമെൻറ്റ് ബൈ ദി ആക്ട് ഓഫ് പാർട്ടീസ് എന്ന് പറയാം. അപ്പം അതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ 2 പാർട്ടി ഉണ്ട്. അതിൽ ഒരു ലയബിലിറ്റി ചെയ്യാനുണ്ടാവും. ആ ലയബിലിറ്റി വേറെ ആളുടെ തലയിലേക്ക് വെക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എ ബിക്ക് പൈസ കൊടുക്കാനുണ്ട്. എന്നാൽ എ എന്ന് പറയുന്ന ആൾക്ക് വേറെ ആളുടേതും പി എന്ന് പറയുന്ന ആളുടേതും പൈസ കിട്ടാനുണ്ട് എന്ന് വെച്ചിട്ട് പിയും ബിയും തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുമോ? ഇല്ല. എങ്കിലും അത് പറ്റുന്ന കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൺസെൻറ്റോടെ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അങ്ങനെ കൺസെൻ്റ് ഒന്നും ഇല്ലാതെ അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ അസൈൻമെൻറ്റ് ബൈ ലോ ആണ്. അവിടെ ലോ ആണ് തീരുമാനിക്കാം അത് ആര് നടത്തണ്ട എന്നുള്ളത്. അതെപ്പോഴാണ്? ഡെത്തോ അല്ലെങ്കിൽ ഇൻസോൾവൻസി ഓഫ് എനി പാർട്ടി ടു ദി കോൺട്രാക്റ്റ് സംഭവിക്കുമ്പോഴാണ് ഈ അസൈൻമെൻറ്റ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ നടക്കുക. ഇനി അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻ്റ് ആണ്. അപ്രോപ്രിയേഷൻ ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ഓഫ് പേയ്മെൻറ്റ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരാൾക്ക് പല രീതിയിൽ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിൽ ഏത് പൈസയാണ് ഡിസ്ചാർജ് ആയി എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരും. അങ്ങനെയുള്ള കേസിൽ ഡെറ്റർ പോയിൻ്റ് ഔട്ട് ചെയ്യണം ഏത് കടമാണ് ആൾ വീട്ടി എന്നുള്ളത്. പക്ഷെ അങ്ങനെ പറയാത്ത കേസിൽ അവിടെ ഒരു ഡിഫിക്കൽട്ടി സംഭവിക്കുന്നുണ്ട്. ക്രെഡിറ്റർ വിചാരിക്കും ഇതിൽ ഏത് കടമാണ് ആൾ വീട്ടി എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസ് when there is express or implied intention by the
ഡെറ്റർ, അതായത് ഡെറ്റർ പറയാണ് ഞാൻ ഇന്ന പൈസ അല്ലെങ്കിൽ ഫസ്റ്റ് വാങ്ങിയ കടമാണ് തിരിച്ച് വീട്ടിൽ എന്നുള്ളത് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ക്രെഡിറ്റർക്ക് അതനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സർക്കംസ്റ്റൻസ് അനുസരിച്ച്, അതായത് അപ്പുറത്തെ സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കും ഏത് കടമാണ് വീട്ടിൽ എന്നുള്ളത് പറയാം. ഇവൻ ദർ ഇസ് നോ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ഇൻറ്റൻഷൻ, അങ്ങനെ ഒരു എക്സ്പ്രസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ഇൻറ്റൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റർക്ക് തീരുമാനിക്കാം ഏത് കടമാണ് ആൾ വീട്ടിൽ എന്നുള്ളത്. അതിലെന്തുണ്ട്, ടൈം ബാർഡ് ഡെറ്റ് വരെ തിരിച്ചെടുക്കാനുള്ള അവകാശം ക്രെഡിറ്റർക്കുണ്ട്. ടൈം ബാർഡ് ഡെറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വെൻ നെയ്തർ പാർട്ടി അപ്രോപ്രിയേറ്റ്സ്, രണ്ടുപേരും ക്രെഡിറ്ററും ഡെറ്ററും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഷാൽ ബി അപ്ലൈ. അപ്പം ടൈം ബേസിലേക്കും ഏതാണ് ഫസ്റ്റ് വാങ്ങിച്ചത് അത് തിരിച്ചടക്കുക എന്നുള്ള ബേസിലായിരിക്കും അപ്പം നടക്കേണ്ടത്. അടുത്ത ടോപ്പിക്ക് മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്റ്റ് ഏതൊക്കെ രീതിയിൽ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും? ഒന്ന് പെർഫോമൻസ് വഴിയാണ്, നമ്മളിത് മുന്നേ പഠിച്ചിട്ടുണ്ട്. അതായത് നടപ്പിലാക്കുക, അതിലുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ മ്യൂച്വൽ എഗ്രിമെൻറ്റ് വഴി രണ്ടുപേരും തീരുമാനിക്കുകയാണ് ഇത് ഒഴിവാക്കുക എന്നുണ്ടെങ്കിൽ. പിന്നെ ലാപ്സ് ഓഫ് ടൈം തീരുകയാണെങ്കിൽ. അതേപോലെ ഓപ്പറേഷൻ ഓഫ് ലോ, ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ബ്രീച്ച്, ഇത്രയും കേസസ് ആണ് വരുന്നത്. ഇനി ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ആണ്, അതായത് നടപ്പിലാക്കിയിട്ട് അവർ എന്താണോ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവുന്ന കേസ്. അതിൽ ഫസ്റ്റ് വൺ ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ എഗ്രിമെൻ്റ് ആണ് പറയുന്നത്. അതായത് അത് രണ്ടുപേര് തീരുമാനിച്ചു അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിലുള്ള എഗ്രിമെൻറ്റ് വഴി അത് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ആ കേസുകളാണ് നൊവേഷൻ എന്ന് പറയുന്നത്. നൊവേഷൻ നമ്മൾ പറഞ്ഞു, ഇപ്പം എ ബിക്ക് കടം കൊടുക്കാനുണ്ട്, അതേ വഴി പി എന്ന് പറയുന്ന ആൾ എക്ക് കൊടുക്കാനുണ്ടെങ്കിൽ പിന്നോട് പറയാണ് ബിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അത് നൊവേഷൻ. ഇനി റിസെഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് ആണ്, കോൺട്രാക്റ്റ് ഒഴിവാക്കുക. നൊവേഷൻ പുതിയൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നു. റിസെഷൻ ആണെങ്കിൽ അവിടെ ഹോൾ ഡെറ്റ് ഡിസ്ചാർജ് ആവുകയാണ് ചെയ്യുന്നത്. സ്വമേധയ അത് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതിനെയാണ് വേവർ എന്ന് പറയുക. എ പ്രോമിസ് ടു പെയിൻറ്റ് പിക്ചർ, പക്ഷെ ബി സ്വമേധയ പറയാണ് എനിക്കിത് വരച്ച് തരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേവറാണ്. ഇനി ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് ഒഴിവാവുക. അപ്പം ഇത്ര ദിവസത്തിനുള്ളിൽ പെർഫോം ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ അതങ്ങനെ ചെയ്തില്ലെങ്കിൽ അവിടെ ഡിസ്ചാർജ് ഓഫ് ടൈമാണ്. ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, നിയമം വഴി ഡിസ്ചാർജ് ആവുന്നത്. അത് പ്രോമിസറിൻ്റെ ഡെത്ത് കൊണ്ടാവാം, ഇൻസോൾവൻസി കൊണ്ടാവാം, മേർജർ കൊണ്ടാവാം, മെറ്റീരിയൽ ഓൾട്രേഷൻ കൊണ്ടാവാം. ഇതൊക്കെയാണ് അതിൽ വരുന്ന കേസുകൾ. ഇനി ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ആണ്. എപ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് ഇമ്പോസിബിലിറ്റി ആവുന്നതെന്നുള്ള ഇമ്പോസിബിൾ കോൺട്രാക്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചതായിരുന്നു മുന്നേ. അപ്പം അതൊക്കെ കണ്ടു നോക്കുക ആ വീഡിയോ. ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി, അതായത് കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടാവുന്നതാണ് എന്ത്, ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി. അത് ആ പാർട്ടിയിലുള്ള ആൾക്കാർക്ക്, ആ കോൺട്രാക്റ്റിലുള്ള ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയുമെങ്കിലും അറിയില്ലെങ്കിലും അതെന്തോ ആയിക്കോട്ടെ അതെന്താണ് വോയിഡ് ആബ് ഇനീഷ്യോ ആണ്. ഇനി സബ്സിക്വൻറ്റ് ഓർ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി വിച്ച് അറൈസസ് സബ്സിക്വൻറ്റ് ടു ദ മേക്ക് ഓഫ് കോൺട്രാക്റ്റ് ഈസ് കോൾഡ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി. ഇഫ് ദ കോൺട്രാക്റ്റ് മേക്ക് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ഇമ്പോസിബിലിറ്റിയാണ് സബ്സിക്വൻറ്റ് അല്ലെങ്കിൽ സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. അത് ഡെത്ത് ആവാം, ഇൻസാനിറ്റി ആവാം, ചേഞ്ച് ഓഫ് ലോ ആവാം, ഇതിലേതെങ്കിലുമൊക്കെ ആവാം. നെക്സ്റ്റ് വൺ ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ആണ്. ദ പാർട്ടീസ് it are expected to perform it unless they are excused. If any party refuses or fail to perform as part of the contract, a breach of contract occurs and the contract is discharged. ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ കാര്യം ചെയ്തില്ലെങ്കിൽ എന്തായി, അവിടെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് നടന്നു. അത് ആക്ച്വൽ ബ്രീച്ചും ഉണ്ട്, ആൻസ്പിത്രി ബ്രീച്ചും ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിൽ പറയുന്ന. അടുത്ത ചാപ്റ്ററായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഇതുപോലത്തെ ഇഗ്നോ കോണ്ടൻസിന് നമ്മളെ ഫോളോ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ അറിയിക്കുക. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.